നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് (PTI) പാർട്ടിയെ നിരോധിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി പാകിസ്ഥാൻ മന്ത്രി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് PTIയെ നിരോധിക്കാൻ തീരുമാനമെടുത്തതെന്ന് വാർത്താ വിതരണ മന്ത്രി അത്താവുള്ള തരാർ പറഞ്ഞു. PTI പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് നിരോധിക്കാൻ ഫെഡറൽ ഗവൺമെന്റ് കേസ് നീക്കുമെന്ന് സർക്കാർ തീരുമാനിച്ചു. വാർത്താ വിതരണ മന്ത്രി അത്തുള്ള തരാർ ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേസ് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും പാർട്ടിക്കെതിരെ സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് പാർലമെന്റിൽ 20-ലധികം സംവരണ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് പാക് സുപ്രീം കോടതി വെള്ളിയാഴ്ച വിധിച്ചതിന് പിന്നാലെയാണിത്. വിവിധ കേസുകളിൽപ്പെട്ട് നിലവിൽ ഇമ്രാൻഖാൻ ജയിലിലാണ്. 1996-ലാണ് തെഹ്രീക്ക് ഇൻസാഫ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇമ്രാൻഖാൻ രൂപീകരിക്കുന്നത്. 2023 വരെ ഇമ്രാൻഖാൻ ആയിരുന്നു പാർട്ടി ചെയർമാൻ. വിവാഹ കേസിൽ വെറുതെ വിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവായത്. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. നിയമവിരുദ്ധമായ വിവാഹത്തിന് ഖാന്റെ ശിക്ഷ 7 വർഷത്തെ തടവ് ശനിയാഴ്ച ഇസ്ലാമാബാദ് കോടതി അസാധുവാക്കിയെങ്കിലും മറ്റു കേസുകളിൽ അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. PTI പാർട്ടി സ്ഥാനാർത്ഥികൾ ഫെബ്രുവരി 8-ലെ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയതിനെ തുടർന്നാണ് ഇവർ സ്വതന്ത്രരായി മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിൽ അവർ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമുള്ള 70 സംവരണ സീറ്റുകൾ അനുവദിക്കുന്നതിന് സ്വതന്ത്രർ അയോഗ്യരാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയായിരുന്നു. നിരോധിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം പാർട്ടി സഹിക്കില്ലെന്നും PTIയുടെ വക്താവ് വാർത്താ ഏജൻസിയായ AAFPയോട് പറഞ്ഞു. PTI മുമ്പത്തേക്കാൾ ശക്തമായി, ഞങ്ങൾ അതിനെ നേരിടും, റൌഫ് ഹസൻ പറഞ്ഞു. 336-അംഗ പാർലമെന്റിൽ നവാസ് ഷെരീഫിന്റെ PMLN, ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ PPP എന്നിവയുടെ ഭരണസഖ്യത്തിന് ഇപ്പോഴും 200-ലധികം അംഗങ്ങളുണ്ട്. ഷഹബാസ് ഷെരീഫാണ് പ്രധാനമന്ത്രി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.